എന്നാൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ് ലോകം ഒന്നാകെ പ്രചരിച്ചത് അൾജീരിയയിലെ ഐനുമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച അൽ കുത്തുബുൽ മക്തൂം വൽ ബർസഖിൽ മുഹമ്മദുൽ മഅലൂം മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്തോടുകൂടെയാണ് സ്വലാത്തുൽ ഫാത്തിഹ് ലോകത്ത് പ്രചരിച്ചത്. ഒരുപാട് കാലങ്ങൾ അള്ളാഹുവിനെ അറിയാനുള്ള നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഒരുപാട് നൂറുകണക്കിന് മശായിഖന്മാരിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ദിക്റുകൾ വാങ്ങി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ 46-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനിക്ക് യഖ്ലത്തൻ ഉണർവിൽ വന്നുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഈ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലുകയും നിങ്ങളിത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ മഹാനുഭാവൻ മൊറോക്കോയിലെ ഫാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് വഫാത്തായിട്ടുള്ളത്. മഹാനുഭാവൻ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ഏറ്റവും ഉദാത്തമായ ഒരു വഴിയാണ് ത്വരീഖത്തു തിജാനിയ. ആ തിജാനി ത്വരീഖത്തിന്റെ ദാറ് മദാറാണ് സ്വലാത്തുൽ ഫാത്തിഹ.